റെഡി. നമസ്കാരം. ഷെക്കന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മധ്യപൂർവേഷ്യ ഒരു അതിനിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘർഷത്തിന് വിരാമമാകാൻ പോകുന്നു എന്ന് പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ ഒരു സമാധാന ഉടമ്പടിയൊക്കെ നിലവിൽ വരുന്നു. ഈ വരുന്ന തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ബന്ദിമോചനം സാധ്യമായേക്കും എന്ന ഒരു പ്രതീക്ഷ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമാധാന ഉടമ്പടിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ യഥാർത്ഥത്തിൽ ഈ ഒരു സംഘർഷത്തിന്റെ, ഈ ഒരു യുദ്ധത്തിന്റെ യഥാർത്ഥത്തിലുള്ള വിജയ് ആരാണ് എന്നതിനെ പറ്റി വലിയ രീതിയിലുള്ള പ്രതിവാദങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഈ 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണത്തിന് ശേഷം മധ്യപൂർവേഷ്യയിൽ ഉടലെടുത്ത സംഘർഷത്തിന് ശേഷം വലിയ രീതിയിലുള്ള ചില തിരിച്ചറിവുകൾ കൂടി ഈ സംഘർഷം ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. ഈ പാലസ്തീൻ ഐക്യദാർഢ്യം അല്ലെങ്കിൽ ഈ ഗാസ ഐക്യദാർഢ്യം എന്ന ഓമന പേരിട്ട് ഭീകരവാദത്തെ വെള്ളപൂശുന്ന ചില അപകടകരമായിട്ടുള്ള പ്രവണതകൾക്കും ലോകം മുഴുവൻ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഇങ്ങ് കൊച്ചു കേരളത്തിൽ വരെ അതിന്റെ ചില പ്രതിഫലനങ്ങൾ നാം കാണുകയുണ്ടായി. ഈ വിഷയങ്ങളാണ് ഇന്ന് 4 മണി ചർച്ചയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ഷെവ്ലിയർ അഡ്വക്കേറ്റ് ശ്രീ VC സെബാസ്റ്റ്യൻ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ സമാധാന ഉടമ്പടി നിലവിൽ വന്നു. അതിനുശേഷം ആരാണ് വിജയ് എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഈ സോക്കോൾഡ് ഈ ലെഫ്റ്റ് ഇസ്ലാമിസ്റ്റ് മാധ്യമങ്ങളൊക്കെ ഈ അധിനിവേശ ശക്തികൾക്കെതിരെ രക്തസാക്ഷിത്വ ജനതയുടെ വലിയ പോരാട്ട വിജയം എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രൊപ്പഗണ്ട നടത്തുന്നു. ഇസ്രായേൽ തോറ്റോടി, ഗാസയിൽ നിന്ന് തോറ്റോടി എന്ന രീതിയിലുള്ള ഒരു പ്രൊപ്പഗണ്ട നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ സമാധാന ഉടമ്പടി ഗാസയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന സമാധാന ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ ആരാണ് ഈ യുദ്ധത്തിലെ യഥാർത്ഥ വിജയ്? ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇതിന് ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഇതിനെ ഒരു യുദ്ധം എന്ന് വിശേഷിപ്പിക്കാനാവുമോ എന്നുള്ളതാണ്. ഇതൊരു യുദ്ധമായിരുന്നില്ല. ഇത് ഇസ്രായേലിന്റെ ഉള്ളിൽ കടന്നു കയറി ഒരു സംഘം ആളുകൾ, ഹമാസ് എന്ന് പറയുന്ന ഭീകര പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഗാസയിൽ നിന്ന് ആളുകൾ ഇസ്രായേൽ പ്രവേശിച്ച് നടത്തിയ ഭീകര പ്രവർത്തനങ്ങളാണ്. നമ്മളുടെ പെഹൽഗാമിലൊക്കെ പാകിസ്ഥാൻകാർ വന്ന് ചെയ്ത അതേ പണി ഇസ്രായേലിന്റെ മണ്ണിനുള്ളിൽ കയറി ഹമാസിന്റെ പ്രവർത്തകര് ഗാസയിൽ ഉണ്ടായിരുന്നവർ ചെയ്ത ഒരു പ്രവൃത്തി. ആ പ്രവൃത്തിയാണ് ഒക്ടോബർ 7, 2023 സംഭവിച്ചത്. അന്ന് അവിടെ സംഭവിച്ചത്, ഹമാസിന്റെ പോരാളികളെന്ന് അവർ വിളിക്കുന്ന അതിതീവ്രവാദികൾ, പരിശീലനം ലഭിച്ച ആളുകള്, അങ്ങനത്തെ 3300 ആളുകള്, 3800 ആളുകൾ ആയുധങ്ങളുമായി ധരിച്ചു കയറുകയും അവരുടെ കൂടെ കൊള്ളയും ബലാത്സംഗവും മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് സിവിലിയൻസ് ആയിട്ടുള്ള 2200 ആളുകൾ പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ മൊത്തം ഗാസയുടെ, ഇസ്രായേലിന്റെ മണ്ണിലേക്ക് കടന്നു കയറിയവരെ 6000 പേരാണ്. അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട്, അഥവാ ഗാസയിൽ നിന്നുകൊണ്ട് 1000 പേർ റോക്കറ്റുകൾ അയച്ചുകൊണ്ട് ഈ കൊള്ള സംഘത്തെ സഹായിക്കുകയും ചെയ്തു. അവരെ സംബന്ധിച്ച് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം പോലെ തന്നെയുള്ള ഒരു ആക്രമണമാണ് ലൈംഗിക അതിക്രമങ്ങൾ. അവരുടെ എല്ലാ അതിക്രമങ്ങളോടും കൂടെ ഈ ലൈംഗിക അതിക്രമങ്ങളും ഉണ്ടാവും. ഈ 3800 ആയുധധാരികളുടെ ഒപ്പം ഇതിനകത്തേക്ക് കടന്നു വന്ന 2200 സിവിലിയൻസ് ആയിട്ടുള്ള ഗാസക്കാരുടെ ഒരേ ഒരു ലക്ഷ്യം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മാനഭംഗപ്പെടുത്തുക, ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. അവരന്ന് അവിടെ നടത്തിയ അഴിഞ്ഞാട്ടങ്ങളുടെ ഫലമായി 38 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 736 അഡൽട്സ്, അത് സ്ത്രീയും പുരുഷനും അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടു. 79 വിദേശികളായിട്ടുള്ള ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു. അത് ജോലിക്ക് ചെന്നവരും സന്ദർശനത്തിന് ചെന്നവരുമായിരുന്നു. 379 സെക്യൂരിറ്റി പേഴ്സൺസും കൊല്ലപ്പെട്ടു. അങ്ങനെ മൊത്തം 1195 ആളുകൾ അന്ന് തന്നെ വധിക്കപ്പെട്ടു എന്നാണ് കണക്ക്. നിരവധി ആളുകൾ അവിടെ മാനഭംഗപ്പെടുകയും നിരവധി ശിശുക്കളെ ഇതിനു പുറമെ അവർ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തു എന്നുള്ളത് വേറെ വിഷയം. ധാരാളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏകദേശം 7000-ഓളം ആളുകൾക്ക് അന്ന് പരിക്കേൽക്കുകയുണ്ടായി. അതിനു പുറമെ ഇവർ 251 ആളുകളെ അവിടുന്ന് ഹോസ്റ്റേജസ് ആയിട്ട് പിടിച്ചുകൊണ്ടുപോയി. ഈ പ്രവൃത്തി, ഇവർ ചെയ്ത ഈ കൊള്ള സംഘത്തെ പിന്തുടർന്നുകൊണ്ട് ഇസ്രായേൽ ഗാസയിൽ പ്രവേശിച്ച പ്രോസസ്സാണ് നമ്മൾ കഴിഞ്ഞ 2 വർഷമായി കണ്ടുകൊണ്ടിരുന്നത്. യുദ്ധമല്ലാതെ ഈ തൊരപ്പന്മാരെ, ഈ കൊള്ളക്കാരെ പിടിക്കാൻ വേണ്ടി വി വിൽ ഹണ്ട് യു എന്നാണ് നെതന്യാഹു പറഞ്ഞത്. വി വിൽ ഹണ്ട് യു. അതൊരു വേട്ടയായിരുന്നു. അത് ഹമാസിനെ വേട്ടയാടുകയായിരുന്നു. അതിനകത്ത് യുദ്ധത്തിന്റെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഹമാസിനെ വേട്ടയാടി അവര് അവിടെ പ്രവേശത്തിന്റെ ഭാഗമായിട്ട് ഹമാസ് തങ്ങൾക്ക് മറയായി പിടിച്ച 21,000 ശിശുക്കൾ കൊല്ലപ്പെട്ടു. അതാണ് അവരുടെ തന്നെ കണക്ക്. 12,000 സ്ത്രീകൾ ഹമാസിന് പ്രൊട്ടക്ഷൻ എടുക്കാൻ വേണ്ടി മുമ്പിൽ കയറിയെന്ന് കൊല്ലപ്പെട്ടു. 34,000 ഹമാസും കൊല്ലപ്പെട്ടു. അങ്ങനെ 67,000-ൽ പരം ആളുകൾ
ഗാസയിൽ വധിക്കപ്പെട്ടു ഹമാസിന്റെ ഈ ധീരകൃത്യത്തിന്റെ ഭാഗമായി. കൂടാതെ 1,63,000 പേർക്ക് അംഗഭംഗം സംഭവിക്കുന്ന തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടായി. ഒരു തരത്തിലും ഭേദപ്പെടാനാവാത്ത അസുഖം. 13,000 ആളുകൾ ഗാസയിൽ കാണാതായി. ഹമാസിന്റെ ധീരപ്രവർത്തിയുടെ ഭാഗമാണ്. 2023 ഒക്ടോബർ 6 ഒരു പ്രശ്നവുമില്ലായിരുന്ന ഒരു പ്രദേശത്ത് ഒക്ടോബർ 7 ഗാസയിൽ ഇസ്രായേൽ കടന്നു കയറി കാണിച്ച അതിക്രമങ്ങളുടെ ഫലമാണ് ഈ വായിച്ച കാര്യങ്ങൾ മുഴുവൻ എന്ന് മനസ്സിലാക്കണം. 80% ഭൂമി ഗാസയുടെ ഇസ്രായേൽ പിടിച്ചെടുത്തു. 80% കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു. 92% വീടുകൾ ഇല്ലാതെയായി. ഇതൊക്കെ ഹമാസിന്റെ ധീരമായ പ്രവൃത്തികളുടെ ഭാഗമാണ്. ഇതൊക്കെ അവർ വിജയമാണെന്നാണ് പറയുന്നത്. അവരെ സംബന്ധിച്ച് ഇതൊക്കെ വിജയമാണ്. കാരണം ഒരു വലിയ നുണ അതിന്റെ പുറകിൽ അത് വേദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാട് നടന്ന് പഠിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെ വിജയമാണ്. അവർക്ക് വിജയം എന്ന് പറയാൻ പറ്റും. 100 പന്നികൾ ഒരു സ്ഥലത്ത് കയറി അതിനെ വേട്ടയാടി പോയവന് 99 പന്നികളെ കൊല്ലാൻ പറ്റി, ഒരു പന്നിയെ കൊല്ലാൻ കിട്ടിയില്ല. അപ്പൊ ആ പന്നി പറയാണ് ഞങ്ങൾ ജയിച്ചേ എന്ന് പറഞ്ഞാണ് കാണുന്നത്. തൊഴിൽക്കം പണ്ട് ചത്തു. അവരിപ്പോഴും പറയുന്നു, ഒരെണ്ണം പറയുന്നു ഞങ്ങൾ ജയിച്ചേ എന്ന് പറയും. ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇതൊരു ക്യാൻസറാണ്. തീവ്രവാദം എന്ന് പറയുന്ന ഒരു ക്യാൻസറാണ്. ഒരു ക്യാൻസറിനെ റിമൂവ് ചെയ്യുമ്പോൾ, സർജിക്കലായിട്ട് റിമൂവ് ചെയ്യുമ്പോൾ അത് 100% റിമൂവ് ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ അവസരത്തിൽ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ ആ ക്യാൻസറിന്റെ ചെറിയൊരു ഭാഗം ബാക്കി വെച്ചിട്ടാണ് ഈ യുദ്ധം നിർത്തുന്നത് എന്നുള്ള അപകടം ഇതിനകത്തുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ടത്. കാരണം ഈ ക്യാൻസർ ഒരു പൊടി കിടന്നാൽ പോലും അത് വീണ്ടും വളർന്നു വരും. പിന്നെ വേറൊന്ന്, ഈ ക്യാൻസർ ഇവിടെ മാത്രമല്ല ഉള്ളത്. ഹെസ്ബുള്ള എന്ന് പറയുന്ന ലെബനോണിലുള്ള ക്യാൻസറിനെതിരെ ഇസ്രായേൽ ഇപ്പോഴും പൊരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ലെബനോണിൽ പലതവണ ബോംബിംഗ് നടന്നിട്ടുണ്ട്. ഹെസ്ബുള്ള അവിടെ റീകൺസ്ട്രക്ട് ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു സമാധാനത്തിലേക്ക് എത്തിയോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല. വിജയങ്ങൾ അളക്കുക എന്ന് പറയുന്നത് കണ്ണു കാണാത്ത മനുഷ്യരെ സംബന്ധിച്ച് അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവർ കണ്ണടച്ചിരുന്നുകൊണ്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇത് പരിപൂർണമായും ഈ ഭീകരവാദം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന ഈ ഭീകരവാദം ഭൂമുഖത്ത് പരിപൂർണമായും തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട്. അതിന്റെ ഓരോരോ സ്റ്റേജുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. 1948 മുതൽ ഇത് കാണുന്നതാണ്. ഇതിനെതിരെ എന്നൊക്കെ ഇസ്രായേൽ വാൾ ഉയർത്തിയിട്ടുണ്ടോ അന്നൊക്കെ ഇസ്രായേൽ കഴിയുന്നത്ര ഇതിനെ വെട്ടി താഴെ ഇട്ടിട്ടുണ്ട്. അന്നൊക്കെ അവർ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തവണയും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒക്ടോബർ 2023 മറക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇസ്രായേലിന് അത് ഏൽപ്പിച്ച മുറിവും ചില്ലറയല്ല എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. വളരെ വ്യക്തമാണ്. അഡ്വക്കേറ്റ് ശ്രീ VC സെബാസ്റ്റ്യൻ, കഴിഞ്ഞ ദിവസം അങ്ങ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രസ് റിലീസ് അങ്ങ് പുറപ്പെടുവിക്കുകയുണ്ടായി. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രസ് റിലീസ് തന്നെയാണ്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: ഭീകരവാദത്തെ വെള്ളപൂശാനുള്ള ആസൂത്രിത അജണ്ടകൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പത്രപ്രസ്താവനയായിരുന്നു. നമുക്കറിയാം, ഈ ഒക്ടോബർ 7 ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന് ശേഷം ഈ പാലസ്തീൻ ഐക്യദാർഢ്യം അല്ലെങ്കിൽ ഗാസ ഐക്യദാർഢ്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, എന്തിനേറെ പറയും നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ ശക്തി പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്വന്തം രാജ്യത്തിന്റെ പതാക ഇതുവരെ പിടിച്ചിട്ടില്ലാത്ത പലരും പാലസ്തീൻ പതാക പിടിക്കുന്നത് നാം കണ്ടു. സ്വന്തം രാജ്യത്തിന്റെ പേര് ഉച്ചരിക്കുന്നതിന്റെ ഒരു ഇരട്ടി ആവേശത്തിൽ പാലസ്തീൻ എന്ന് ഉറക്കെ ഉദ്ഘോഷിക്കുന്നതും നാം കണ്ടു. അപ്പോൾ ഇതിന്റെ എല്ലാം മറവിൽ, അതായത് ഗാസ കണ്ണീരിന്റെ മറവിൽ ഭീകരവാദത്തെ വെള്ളപൂശാനുള്ള ഒരു അജണ്ടകൾ നടപ്പാക്കുകയായിരുന്നു ഈ കൂട്ടർ ചെയ്തത്. ശ്രീ VC സെബാസ്റ്റ്യൻ. തീർച്ചയായിട്ടും ജോസ് സാർ പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് ഞാൻ പറയട്ടെ. ക്യാൻസർ എന്നുള്ളൊരു വാക്ക് ആ രോഗത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇതൊരു ക്യാൻസറിനൊരു മരുന്ന് പുരട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള ഈ കോംപ്രമൈസ്, ഈ പരിഹാര മാർഗങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ 1900 നടന്നിട്ടുള്ള ഒട്ടേറെ അക്രമങ്ങള്, കൊലപാതകങ്ങള്, ഇതിനൊക്കെ നേർസാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നവരാണ് നമ്മൾ എല്ലാവരും ഇപ്പോഴും. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹിസ്ബുള്ള മാത്രമല്ല, ഹൂതി 3H മനസ്സിൽ സങ്കല്പിക്കുക. അതായത് ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി, ഇതെല്ലാം ഓരോ രാജ്യത്തെയും ഓരോ സംഘടിത ഭീകര പ്രസ്ഥാനങ്ങളാണെന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷെ ഇവിടെ ഉയരുന്ന ചോദ്യം, കേരളത്തിന്റെ കൂടെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ ഹാസയിൽ നടക്കുന്ന ഇസ്രായേൽ നടത്തിയ അവരുടെ നിലനിൽപ്പിനായിട്ടുള്ള ഒരു പോരാട്ടം, അല്ലെങ്കിൽ ഭീകര പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ വേണ്ടി അവർ നടത്തിയ ശ്രമങ്ങള്, അതിന് മാത്രം എന്താണ് ഒരു ഭീകരത വരുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യം. ശരിയാണ്, മനുഷ്യജീവൻ എടുക്കുന്ന ഏതൊരു പ്രവൃത്തിയും അതാര് നടത്തിക്കഴിഞ്ഞാലും പച്ചയായ മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന പ്രവൃത്തി ഭീകരവാദം തന്നെയാണ്. അത് ഇസ്രായേൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഗാസയിലെ അവിടുത്തെ ഭീകരന്മാർക്കെതിരെ പോരാട്ടം നടത്തിയപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് ഭീകര പ്രവർത്തനം എന്നുള്ളതാണ് വരുന്ന ചോദ്യം. കാരണം കഴിഞ്ഞ നാളുകളില് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള ഭീകരാക്രമങ്ങളുടെ ചിത്രം നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. പക്ഷേ
പാലസ്തീന്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അതിനെ മാത്രം നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട്, അതിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഉള്ള വ്യാഖ്യാനങ്ങൾ തികച്ചും ഭീകരവാദത്തെ മറ്റൊരു നിർവചനത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഹോങ്കോയില് ആയിരക്കണക്കിന് ക്രൈസ്തവരെ ഭീകരവാദ പ്രസ്ഥാനങ്ങള്, മുസ്ലിം ഭീകരവാദ പ്രസ്ഥാനങ്ങള് കൊല ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരൊക്കെ എവിടെ പോയിരുന്നു? നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും എന്തുകൊണ്ടാണ് നിശബ്ദരായിട്ടിരുന്നത്? ആ മനുഷ്യന്റെ ജീവന്റെ വിലയില്ലേ? അവരുടെ ശരീരത്തിൽ കൂടി ഒഴുകുന്ന രക്തത്തിന് ചുവപ്പ് നിറം തന്നെയല്ലേ ഉള്ളത്? അതെയോ മറ്റേറെ നിറമാണോ? അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളില് നിത്യസംഭവങ്ങളായിട്ട് മാറി ക്രൈസ്തവരെ വേട്ടയാടുമ്പോൾ അതിനെയെല്ലാം മഹത്വവൽക്കരിച്ചുകൊണ്ട് അതിനെല്ലാം വളരെ പോസിറ്റീവായിട്ട് കാണുകയും ഗാസയിൽ നടന്നിട്ടുള്ള ഇസ്രായേലിന്റെ ഭീകര പ്രസ്ഥാനത്തെ അടിച്ചമർത്താനുള്ള ആ ശ്രമത്തെ മാത്രം എതിർക്കുകയും ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു ഇരട്ടത്താപ്പില്ലേ എന്നുള്ള സംശയം എനിക്കൊന്നുണ്ട്. ഇനി ഇതിന്റെ യഥാർത്ഥ ഭീകരതയുടെ സ്വരം ഇവിടെ മറ്റൊരു രീതിയിൽ കൂടെ വരികയാണ്. ഇപ്പൊ ജോസാർ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗാസയിൽ പോലും പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും വരെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അവരെ ഒരു കവചമായിട്ട് നിർത്തിക്കൊണ്ടാണ് ഭീകരപ്രസ്ഥാനം, അവരെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് ഭീകരപ്രസ്ഥാനം പ്രവർത്തിച്ചത് എന്നുള്ളതും നമ്മൾ കണ്ട കാര്യങ്ങളല്ലേ. അതിനെ ഒന്നും അപലപിക്കാതെ അതിനെയെല്ലാം വെള്ളപൂശിക്കൊണ്ട് ഇസ്രായേലിനെ മാത്രം അവരുടെ മണ്ണിൽ നടത്തിയ ഭീകര ആക്രമണത്തിന് എതിരെ അവർ തിരിച്ചടിച്ചപ്പോൾ മാത്രം എതിർക്കുന്നതിന്റെ അകത്ത് എന്ത് ന്യായമാണുള്ളത്? ഇതിന്റെ ഒരു മറുരൂപമല്ലേ ഇന്ത്യയുടെ വടക്ക് കാശ്മീരില് പഹൽഗാമിൽ നടന്നത്? അവിടെ ഭീകരപ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നാക്രമണം നടത്തി കഴിഞ്ഞ് കൃത്യമായിട്ട് 14-ാമത്തെ ദിവസം ഇന്ത്യ അവരെ തുരത്തി, അവർക്കെതിരെ അക്രമം അഴിച്ചു, അടിച്ചമർത്തി. ഈ ഒരു പ്രോസസ്സിന്റെ വേറൊരു വകഭേദമല്ലേ ഇവിടെയും നടന്നത്? ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ വളരെയേറെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. ഈ പ്രോസസ്സിനെ, അതായത് ഗാസയിൽ നടന്ന ഈ സംഭവവികാസങ്ങളെ എത്ര ഗൾഫ് രാജ്യങ്ങളാണ് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ പറഞ്ഞത്? അവര് നിശബ്ദമായിട്ടല്ലേ 6 ഗൾഫ് രാജ്യങ്ങൾ, UAE, സൗദി, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, മസ്കറ്റ്, ഈ 6 ഗൾഫ് രാജ്യങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്. അവര് ഇതിനെക്കുറിച്ച് പോലും അധികം പ്രതികരിക്കാതിരിക്കുമ്പോൾ കേരളം പോലെയുള്ള ഒരു നാട്ടില്, ഇന്ത്യയിലെ ഒരു സംസ്ഥാനം, തെക്കേ അറ്റത്തെ സംസ്ഥാനത്ത് ഇവിടെ ഇതിനെതിരെ നടത്തുന്ന പ്രചരണങ്ങളും ഇതിന് ഐക്യദാർഢ്യങ്ങളും നമ്മളെ വളരെയേറെ മാറി ചിന്തിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നുള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്നുമല്ല, ആഗോള ഭീകരതയുടെ അടിവേരുകൾ തേടിയെത്തിയാൽ ആ അടിവേരുകൾ കേരളത്തിലും കൂടെ വന്നു ചേർന്നിരിക്കുന്നോ എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ട് അരിയാഹാരം കഴിക്കുന്ന മലയാളികളുടെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഭീകരപ്രസ്ഥാനത്തിന്റെ സ്ലീപ്പിംഗ് സെല്ലുകള് കേരളത്തിന്റെ മണ്ണിലുണ്ട് എന്ന് പറഞ്ഞത് ഞാനോ ജോജിയോ ഷെക്കിന ചാനലോ അല്ല, ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളും കേരളത്തിലെ മുൻ DGPമാരും UN-ഉം അക്കമിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു പരിധിവരെ കേരളത്തില് ഇതൊരു ഇസ്രായേലിനെതിരെയുള്ള ഇത്രയും ശക്തമായ ഒരു നീക്കം എന്ന് ഞാൻ കരുതിയാണ്. ആരാണേലും മനുഷ്യ ജീവനെ വെല്ലുവിളിക്കുന്ന പ്രക്രിയ ആര് നിർവഹിച്ചു കഴിഞ്ഞാലും, അത് ഇസ്രായേൽ ആണേലും ഹിസ്ബുള്ള ആണേലും ഹമാസ് ആണേലും മറ്റ് അൽ-ഖൈദ ആണേലും ISS ആണേലും അത് ഈ ലോകത്തുനിന്ന് തുടച്ചു നീക്കേണ്ടതാണ്. ഭീകരപ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യേണ്ടതാണ്. ഈ ഭീകരപ്രസ്ഥാനത്തെ വെള്ളപൂശുവാൻ വേണ്ടി കേരളം പോലുള്ള സംസ്ഥാനത്ത് രാഷ്ട്രീയ നേതൃത്വങ്ങളും ചില മതസംഘടനകളും നടത്തുന്ന ശ്രമങ്ങള് അനധിവിദൂര ഭാവിയിൽ നമുക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യവും ഞാൻ സൂചിപ്പിക്കട്ടെ. യെസ്, വളരെ വ്യക്തമാണ്. സൂചിപ്പിച്ച വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ ഗാസ കണ്ണീരിന് പിന്നിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യങ്ങൾക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ളൊരു അജണ്ടയുണ്ട്. ഈ ലോകത്തിന് ചുറ്റുപാടും നടക്കുന്ന ഭീകരവാദത്തെ വെള്ളപൂശാനുള്ള കൃത്യമായിട്ടുള്ള ഒരു അജണ്ട അതിന് പിന്നിലുണ്ടെന്നത് വ്യക്തമാണ്. ഞാൻ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരിയിലേക്ക് വീണ്ടും വരികയാണ്. വീണ്ടും നമുക്ക് ഗാസയിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോകാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം, ഇപ്പോൾ പ്രാവർത്തികമാകാൻ പോകുന്ന ഈ സമാധാന ഉടമ്പടി അതിന് എത്ര നാളത്തെ ഒരു ആയുസ് ഉണ്ടാകും? ഞാൻ ചോദിക്കാൻ കാരണം, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നിരീക്ഷിക്കാൻ സാധിക്കും. അതായത് ഈ ഹമാസ് ഭീകരർക്ക് അവരുടെ നഷ്ടപ്പെട്ട
പ്രതാപം വീണ്ടെടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുമോ? കാരണം ഈ ഹമാസ് പൂർണ്ണമായും ആയുധം താഴെ വെക്കണം, ഈ ഗാസയുടെ ഭരണത്തിൽ ഹമാസിന് യാതൊരു റോളും ഉണ്ടാകരുത് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഉറപ്പ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിലവിൽ ആ ഒരു ഉടമ്പടിയിൽ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ തന്നെ ഈ സമാധാന ഉടമ്പടിക്ക് എത്രത്തോളം ഒരു ശാശ്വതമായിട്ടുള്ളൊരു ഭാവി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും? ഡോക്ടർ ജോസ്. ഭാവി വളരെ കുഞ്ഞിന് ജാതകം എഴുതുമ്പോൾ ഇത് വലിയ മെച്ചമുണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എന്റെ കണക്കുകൂട്ടൽ. കാരണം ഇത് ഇത്ര പെട്ടെന്ന് ഈ അവസാന ഭാഗത്ത് വളരെ വേഗത കൂട്ടിയാണ് ഈ പറഞ്ഞ തീരുമാനങ്ങളിലേക്ക് എത്തിയത്. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇസ്രായേല് ഖത്തറിനെ ആക്രമിച്ചു എന്നുള്ളത് അറബ് രാജ്യങ്ങളെ അങ്ങേയറ്റം ഡിസ്റ്റർബ് ചെയ്ത ഒരു സംഗതിയാണ്. അപ്പൊ അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം ഏറ്റവും നല്ല നിലയിൽ നിർത്തേണ്ടത് US-ന്റെ വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്, യൂറോപ്പിന്റെ ആവശ്യം. അപ്പൊ അവരെ സംബന്ധിച്ച് ഇസ്രായേലിലെ നെതന്യാഹു എന്ന് പറയുന്ന ഹീസ് എ ഡെയർ ഡെവിളിഷ് പേഴ്സൺ. അയാൾക്ക് ആരെ ആക്രമിക്കുന്ന അപ്പം ചെയ്യും. അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. അപ്പൊ നെതന്യാഹുവിന് ഒരു ബ്രേക്ക് ഇടാതെ നിവൃത്തിയില്ല എന്ന് വന്നൊരു സാഹചര്യത്തില് US ശക്തമായി ഇടപെട്ടു എന്ന് വേണം വിചാരിക്കാൻ. ഒന്ന്. രണ്ട്, ട്രംപിന് നോബൽ പ്രൈസിനോടുള്ള സ്നേഹം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ നോബൽ പ്രൈസ് ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹം അത് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കുറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ നാട്ടില് പലവിധ അവാർഡുകളൊക്കെ വാങ്ങിക്കുന്ന ആളുകളെ വെച്ച് വാങ്ങിയൊരു മോശമൊന്നുമില്ല. പക്ഷേ അങ്ങനെ കിട്ടി അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അതിന്റെ പേരിൽ കൂടി അദ്ദേഹം ഇതിനൊരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. മൂന്ന്, ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് 20 ജീവനോടുള്ള ബന്ധികളെ മൂന്ന് കാര്യങ്ങളാണ് വലിയ കമ്പൽഷനായിട്ട് ഈ ഒരു കരാറിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇതില് ട്രംപിന് നോബൽ പ്രൈസ് കിട്ടിയില്ല. അപ്പൊ ട്രംപിന് നോബൽ പ്രൈസ് കിട്ടിയിരുന്നെങ്കിൽ എന്റെ വിചാരത്തില് ഈ കരാറിന്റെ ആയുസ് വളരെ ശുഷ്കമായി പോയത്. ഇപ്പൊ നോബൽ പ്രൈസ് കിട്ടാത്തത് കൊണ്ട് അടുത്ത വർഷം അദ്ദേഹം നിശ്ചയമായി നോബൽ പ്രൈസ് പരിഗണിക്കപ്പെടും. അപ്പൊ കുറച്ചു കാലത്തേക്ക് വെടിനിർത്തൽ നീട്ടിക്കൊണ്ട് പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഈ വെടിനിർത്തലിന് കുറച്ച് ആയുസ് നീട്ടിക്കിട്ടാൻ അതൊരു കാരണമായിട്ടുണ്ട്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയില്ലായിരുന്നു. രണ്ട്, ഇസ്രായേലിന്റെ ബന്ദികളെ തിങ്കളാഴ്ചയോടെ തിരിച്ചു കിട്ടേണ്ടതുണ്ട്. ഇസ്രായേലിന്റെ ബന്ദികളെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ഇസ്രായേൽ ആവില്ല തിങ്കളാഴ്ച കഴിഞ്ഞ് കാണുന്ന ഇസ്രായേൽ. അവര് പറഞ്ഞ് ബാക്കി അതിനകത്തുള്ള 19 പോയിന്റും അവർ കടും പിടുത്തം പിടിക്കും. അതിനകത്ത് ഒരു മീശ മടന്ന് വിട്ടുകൊടുക്കുകയില്ല. ശവശരീരങ്ങൾ തരുമ്പോൾ ഇപ്പൊ തന്നെ ഇവർ പറയുന്നുണ്ട് 2 എണ്ണം കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അവസാനം എത്ര എണ്ണം ഇവരുടെ അടുത്ത് കാണാനുണ്ടാവും? ഇവരെ കൊണ്ട് എത്ര എണ്ണം തിരിച്ചു കൊടുക്കാൻ പറ്റും? മൂന്നാമത്തെ വിഷയം, ഈ നമ്മുടെ ഈ നാട്ടിൽ കിടന്ന് ഹമാസിന് വേണ്ടിയിട്ട് പ്രകടനം നടത്താനും സ്നേഹപ്രകടനം നടത്താനും അവരുടെ ഡ്രസ്സ് തലയെക്കൂടെ ഇട്ടിട്ട് ഏതാണ്ട് പൊതിക്കെട്ടൊക്കെ പിടിച്ച് അതിന്റെ മുകളിൽ കുറച്ച് ചോരയൊക്കെ വെച്ച് നിലവിളിക്കാനും ഒക്കെ ധാരാളം ആളുകളുണ്ട് എന്നുള്ള വസ്തുത നമുക്കറിയാം. ായിട്ടുള്ള 1500 തടവുകാരെ പ്ലസ് 250 ജീവ വരെയും തടവുകാര് ഇവരെ വിട്ടുവിടുന്ന സമയത്ത് ഇസ്രായേൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരെ പാലസ്തീനിലേക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഇവന്മാരെ വേണമെങ്കിൽ ആർക്കെങ്കിലും വേറെ രാജ്യങ്ങൾക്ക് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവന്മാരെ നാട് കടത്തും. ഇവരെങ്ങോട്ടാ കടത്താൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടില്ല. ഒറ്റ രാജ്യം പോലും ഇതിൽ മീഡിയേഷനായി വന്നിട്ടുള്ള ഒരു അറബ് രാജ്യം പോലും ഇവന്മാരിൽ ഒരുത്തനെ പോലും സ്വീകരിക്കാന്ന് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ കയ്യിലിരിപ്പ് എന്താണെന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന അറബികൾക്കാണ്. ഇതിനകത്ത് 5-6 മേടിച്ചോളാം എന്ന് പറയുന്നത് തുർക്കികൾ മാത്രമാണ്. അത് 5-6 അത് ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത അപൂർവം ചില ആളുകൾ മാത്രം സ്വീകരിക്കാൻ തുർക്കി പറഞ്ഞു. ബാക്കിയുള്ളവർ ആര് കൊണ്ടുപോകും? ഈ കരാറിന്റെ മുന്നോട്ടുള്ള നീക്കത്തിൽ അത് വളരെ പ്രശ്നമായി തീരുന്ന ഒരു സംഗതിയാണ്. സ്വീകരിക്കാൻ ആളില്ലാതെ വരും. നമ്മളുടെ ഈ നാട്ടിൽ കിടന്ന് ഹമാസിന് വേണ്ടി ആളുകൾ പ്രകടനം നടത്തുമ്പം ഈ പറഞ്ഞ അറബ് രാജ്യങ്ങൾ ഒരു സ്ഥലത്ത് ഒരു പ്രകടനവും നടക്കുന്നില്ല. ഇറാനിൽ പോലും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ മാത്രമേ ഈ പ്രകടനമുള്ളൂ. കാരണം ഇവന്മാരുടെ കയ്യിലിരിപ്പ് എന്താണെന്നുള്ളത് ഈ പലസ്തീനികൾ എന്ന് വിളിക്കുന്ന പലസ്തീനികൾ എന്നുള്ള പേര് അവർക്ക് അർഹതപ്പെട്ടതൊന്നുമല്ല. അവർ അറബികളാണ്, ബദാവികളായിട്ടുള്ള അറബികളാണ്. ആ പ്രദേശത്ത് കടന്നു കയറി ആളില്ലാത്ത വീട്ടിൽ കയറി താമസിച്ച ആളുകളാണ്. ആടില്ലാത്ത വീട്ടിൽ കയറി താമസിച്ച പശുവിനെ മേയിച്ച് ആടിനെ മേയിച്ച് അവിടെ ചെന്ന് ആടില്ലാത്ത വീട്ടിൽ കയറി താമസിച്ച ബദാവികളായിട്ടുള്ള അറബികൾക്ക് അവരെ പാലസ്തീൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അവരുടെ കയ്യിൽ ഇപ്പോൾ വളരെ മോശമായതുകൊണ്ടാണ് അവരെ സ്വീകരിക്കാൻ ഒരു രാജ്യവും തയ്യാറാവാത്തത് എന്ന് മനസ്സിലാവണം. ഇപ്പൊ പെട്ടെന്ന് ഇത്തരം ഒരു കരാർ തട്ടിക്കൂട്ടി ഉണ്ടാക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 3 എണ്ണത്തിന്റെ പുറമെ ധാരാളം ബിസിനസ് ഇൻട്രസ്റ്റുകളുണ്ട് ഇതിന്റെ പേരില്. ഒരുപാട് കച്ചവടങ്ങൾ ഇതിൽ മുടങ്ങി കിടക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തെ തട്ടി ലോകത്തിന്റെ പുരോഗതി 2 വർഷത്തേക്ക് വല്ലാതെ തടയപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അത് സ്ട്രീംലൈൻ ചെയ്യേണ്ടതുണ്ട്. ഈ പാലസ്തീനികൾ എന്ന് പറയുന്നൊരു വിഷയമുള്ള കാര്യമില്ല. നാളെ ഇതെല്ലാവരും മറക്കും. ഈ കരാർ അങ്ങോട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് വാർത്തകളിൽ ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും പോലെ പാലസ്തീനെ പുനർനിർമ്മിതം ടേന്നൊക്കെ നടന്നു പോകുന്നില്ല. ഇസ്രായേൽ അത് അങ്ങേയറ്റം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതിനകത്ത് ഇനി ഹമാസിന് പഴയതുപോലെ ബിൽഡ് ചെയ്യാനൊന്നും പറ്റിയല്ല. അത് അവരത് ഉറപ്പിച്ചിരിക്കും. അതുകൊണ്ടാണ് ടോണി ബ്ലെയർ ആണ് അവിടുത്തെ ഭരണത്തിന്റെ തലപ്പത്ത് വരുന്നതാണ്. ടോണി ബ്ലെയർ നെതന്യാഹുവുമായി അത്ര അടുപ്പമുള്ളതാണ്. നെതന്യാഹുവും ട്രംപും തമ്മിൽ എന്ത് അടുപ്പമുണ്ടോ അത്തരത്തിലുള്ള അടുപ്പം ടോണി ബ്ലെയറുമായി നെതന്യാഹുവിനുണ്ട്. എന്ന് പറഞ്ഞാൽ ടോണി ബ്ലെയർ അവിടെ ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ നെതന്യാഹു ഭരിക്കുന്നു എന്ന് തന്നെ കൂട്ടിയാൽ മതി. രണ്ട്, ഇവരെ ഡിസാം ചെയ്യാൻ ഈ പാകിസ്ഥാനിൽ നിന്നൊക്കെയാണ് ആളുകൾ അറബ് പട്ടാളത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ വേണ്ടി പോകുന്നത്. പാകിസ്ഥാൻ ആളുകൾ റിക്രൂട്ട് ചെയ്തതായി പറയപ്പെടുന്നുണ്ട്. ഈ പാകിസ്ഥാനികൾക്ക് തന്നെ ഹമാസിനെ മിക്കവാറും വെടിവെച്ച് തരേണ്ടി വരും. ആ സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങും.
അതുകൊണ്ട് ഹമാസ് പഴയതുപോലെ ബിൽഡ് ചെയ്ത് വരുമെന്നോ അല്ലെങ്കിൽ അവിടെ ഇനി ഹമാസിന്റെ ഒരു ബലപ്പെടൽ ഉണ്ടാകുമെന്നോ ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഇവരുടെ ആകെയുള്ള പ്രതീക്ഷ 600 ട്രക്കുകൾ പെർ ഡേ അവിടേക്ക് പ്രവേശിക്കും, ആ ട്രക്കുകൾക്കകത്ത് ആയുധം കടത്താമെന്നൊക്കെയാണ് ഇവർ സ്വപ്നം കാണുന്നത്. നടക്കുകയല്ല. ഇസ്രായേൽ പട്ടാളം പറയുന്നുണ്ട് പരിശോധിക്കാതെ ഒരു ട്രക്കും കടത്തിവിടുകയാണെന്ന് അവർ പറയുന്നുണ്ട്. രണ്ട് ഹൈവേയിലൂടെ മാത്രമേ ട്രക്കുകൾ കടത്തിവിടുള്ളൂ. ആ ട്രക്കുകൾ 600 എണ്ണം കടത്തിവിടും. 600 എണ്ണവും പരിശോധനയ്ക്ക് വിധേയമായ ശേഷം മാത്രമേ കടത്തിവിടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ അപ്പർ ഹാൻഡ് ഒരു തരത്തിലും നഷ്ടപ്പെടാൻ ഇനി ഇസ്രായേൽ സമ്മതിക്കുകയില്ല. നേരത്തെയും കടലും ആകാശവും നിയന്ത്രിച്ചിരുന്നത് ഇസ്രായേൽ തന്നെയാണ്. ഗാസയുടെ അതിർത്തികൾ നിയന്ത്രിച്ചത് അവർ തന്നെയാണ്. അവരൊന്ന് ഉറങ്ങിപ്പോയതാണ് 2023 ഒക്ടോബർ 7 സംഭവിച്ചത്. അത് അവരെല്ലാവരോടും സമ്മതിക്കുന്ന കാര്യമാണ്. അവരെല്ലാ ദിവസവും സ്വയം മാപ്പ് പറയുന്ന സംഗതിയാണ്. അവരൊന്ന് മയങ്ങിപ്പോയതാണ്. ഇനി അവർ മയങ്ങിയല്ല. കാരണം അന്ന് കിട്ടിയത് ഒരു തരത്തിലും മറക്കാൻ കഴിയാത്ത ഒരു സംഗതിയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ വ്യക്തമാണ്. ശ്രീ വി സി സെബാസ്റ്റ്യൻ, അങ്ങ് വിദ്യാഭ്യാസ മേഖലയിൽ കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം അങ്ങോട് ചോദിക്കുന്നത്. നമുക്കറിയാം, ഈ വന്ന് ഈ പാലസ്തീൻ ഐക്യദാർഢ്യം അല്ലെങ്കിൽ ഈ ഗാസ ഐക്യദാർഢ്യം അത് നമ്മുടെ കലാലയങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പല വാർത്തകളൊക്കെ നാം കണ്ടതാണ്. ഈ മൈമുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല, ഈ മലബാർ മേഖലയിൽ ഒരു മത്സരത്തിന് ശേഷം ഈ മെഡൽ ലഭിച്ചതിന് ശേഷം പാലസ്തീൻ്റെ പതാകയാണ് ആ കുട്ടികൾ കൈകളിൽ വെച്ചിരിക്കുന്നത്. അത് വളരെ 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 അപകടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ. അത് വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയത്തെ ഇവിടെ വലിയൊരു ഐക്യദാർഢ്യ പ്രകടനമായിട്ട് ഉപയോഗിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ കേരളത്തിലേക്ക് പല സ്ഥലങ്ങൾ, ചില പ്രത്യേക സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ പാലസ്തീൻ പതാകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കലാലയങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വിഷലിപ്തമായിട്ടുള്ള പല ചിന്തകളും അടിച്ചേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ കുത്തിക്കയറ്റുന്നത് വളരെ ഗൗരവത്തോടുകൂടി പൊതുസമൂഹം കാണേണ്ടതല്ലേ ശ്രീ വി സി സെബാസ്റ്റ്യൻ? തീർച്ചയായിട്ടും ജോജി. പക്ഷേ ആ ജോജി ചോദിച്ച് അതിന് ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ അല്പം മുമ്പ് നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ സൂചിപ്പിക്കട്ടെ. ഒരു 3-4 ചെറിയ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഗാസയ്ക്ക് വേണ്ടി വരുന്ന ഫണ്ട്, ആ ഫണ്ട് നമ്മൾ കണ്ടതല്ലേ. ഹമാസിന്റെ നേതാക്കന്മാരൊക്കെ എവിടാ ഉള്ളത്? ഗാസയിലായിരുന്നോ ഉണ്ടായിരുന്നത്? മറ്റ് രാജ്യങ്ങളിലല്ലായിരുന്നു ഇവരൊക്കെ നിന്നത്. പ്രത്യേകിച്ച് ഖത്തർ കേന്ദ്രീകരിച്ചാണ് ഹമാസിന്റെ ലീഡർഷിപ്പ് പ്രവർത്തിച്ചതും അതിന്റെ ഫണ്ടിങ് എല്ലാം വന്നുകൊണ്ടിരുന്ന ഈ ലീഡർഷിപ്പിലേക്കായിരുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അഭയാർത്ഥികള്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടെ നിന്നുള്ള ഒരു അഭയാർത്ഥി പോലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നില്ല. അവിടെ അവര് കയറ്റത്തില്ല. ഇനി എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ ഇറാഖിലെ IS ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഒന്ന് ചിന്തിച്ച്, ജസീദ് എന്ന് പറഞ്ഞ ക്രൈസ്തവ വിഭാഗത്തെ തുടച്ചു നീക്കി, മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെ എല്ലാം അഭയാർത്ഥികളായിട്ട് പലായനം ചെയ്യിക്കേണ്ട സാഹചര്യം കൂടെ സൃഷ്ടിക്കപ്പെട്ടു. ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താണ്? ഈ അഭയാർത്ഥികളെല്ലാം പോയത് എങ്ങോട്ടാണ്? യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് പോയത്. അങ്ങനെ അഭയാർത്ഥികൾ ഒന്നടങ്കം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി. ഈ ഇപ്പുറത്ത് തൊട്ടടുത്ത് കിടക്കുന്ന കുവൈറ്റിലേക്ക് ഒരു അഭയാർത്ഥി പോലും വന്നില്ല. ഇതിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജാസ്മിൻ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, മുല്ലപ്പൂ വിപ്ലവം. ഇതൊരു ഭീകര പ്രസ്ഥാനങ്ങളുടെ, മതഭീകര പ്രസ്ഥാനങ്ങളുടെ മത സ്പ്രെഡിങ്ങിനുള്ള ഒരു ഉപകരണവും ഉപാധിയുമായിട്ടാണ് ഒരു പരിധി വരെ ഇതുപോലുള്ള അക്രമങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഖത്തറില് കഴിഞ്ഞ ദിവസം അക്രമം നടന്നു. അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിനെ നിശബ്ദമാക്കുവാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചു. അമേരിക്ക പ്രസിഡന്റ് കഴിഞ്ഞ നാളുകളിൽ ഖത്തറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് ഒരു റോയൽ ഫ്ലൈറ്റ് തന്നെയാണ് അവർ കൊടുത്തത്. ഏതാ? അമേരിക്ക ഉണ്ടാക്കിയ ഫ്ലൈറ്റ് ഖത്തർ അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി സമ്മാനമായിട്ട് കൊടുത്തതും ഒക്കെ നമ്മൾ കണ്ട് ചിരിച്ചതാണ്. ഇതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഇസ്രായേലിന് വ്യാപാര ബന്ധമുണ്ട്. അതാണ് എബ്രാഹിം ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഉടമ്പടി ഉണ്ട്. അത് UAE ആയിട്ടും മസ്കറ്റുമായിട്ടും ബഹ്റിനുമായിട്ടും ഇസ്രായേലിന് വ്യാപാര ബന്ധങ്ങളുള്ള കാര്യം പലർക്കും പുറത്തറിയില്ല. ഈ പണ്ടത്തെ ആ വലിയ വൈര്യം അങ്ങ് മാറി ഇസ്രായേലുമായിട്ട് സൗഹൃദത്തിൽ പോകാൻ വേണ്ടിയാണ് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരും ആ രാജാക്കന്മാരും ഹമാസ്, ഹിസ്ബുള്ളയും ഹൂതിയും പോലെയുള്ള ഭീകര പ്രസ്ഥാനങ്ങളെ ഭയക്കുന്നവരാണ്. ഹൂതിയെ ഇല്ലായ്മ ചെയ്യേണ്ടത് സൗദി അറേബ്യയുടെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ്. പക്ഷേ ആ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ നടക്കുമ്പോഴും ഇവിടെ കേരളത്തില് ഇതിനെയെല്ലാം വെച്ചുകൊണ്ട് ഒരു യുവതലമുറയെ ഭീകരവാദത്തിലേക്ക് തള്ളിവിടുവാനുള്ള അതിക്രൂരമായ ശ്രമങ്ങളാണ് ഇവിടുത്തെ ചില സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉൾപ്പെടെ ഉള്ളത് നിർവഹിക്കുന്നത് എന്നുള്ളത് വളരെ ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ ഒരുമാതിരി ബുദ്ധിയുള്ള കുട്ടികളൊക്കെ ഈ നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ഒരു പുതുതലമുറ മുഴുവൻ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ബാക്കി അറിവും വിദ്യാഭ്യാസവും കുറവുള്ള ഒരു തലമുറയും കൂടിയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സീറ്റുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു തലമുറ നാട്ടിൽ ഇല്ലാത്ത ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു വലിയ അപകടം നമ്മൾ കാണേണ്ടത്, ഈ ഭീകരവാദത്തിന്റെ അംശങ്ങള് ഈ പുതുതലമുറയുടെ മനസ്സിലേക്ക് കടത്തിവിട്ടുകൊണ്ട് അവരെ വലിയ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം കൂടി കേരളത്തിൽ സംജാതമായിരിക്കുന്നു എന്നുള്ളത് വളരെ വേദനയോടുകൂടി പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ പണ്ട് കേട്ടില്ലായിരുന്നു, ആലപ്പുഴയിൽ ഒരു കൊച്ചു പയ്യന് വിളിച്ചു കൊടുത്ത മുദ്രാവാക്യം മലരിന്റെയും കുന്തിരിക്കത്തിന്റെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് ഈ അടുത്ത നാളുകളിൽ തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മള് ഉത്തരേന്ത്യയിലെ ഒരു അക്രമത്തിന്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് പെരുപ്പിച്ച് കാണിച്ച് ഇവിടെയെല്ലാം സങ്കീർണമാക്കുമ്പോഴും കേരളത്തിന്റെ സ്വന്തം മണ്ണിലെ മണ്ണ് ഇളകിക്കൊണ്ടിരിക്കുന്ന വിവരം നമ്മൾ അറിയുന്നില്ല. ജോജി ഓർക്കുന്നുണ്ടോ, സദാം ഹുസൈനെ തൂക്കിലേറ്റിയ ദിവസം ലോകത്ത് ഒരിടത്തെങ്കിലും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിൽ മാത്രമേ അന്ന് ബന്ദ് ആചരിക്കുകയാണ് ചെയ്തത്. വേറെ ഒരു രാജ്യത്ത് പോലും, ഒരു സംസ്ഥാനത്ത് പോലും ഇല്ല. അപ്പോൾ ആഗോള ഭീകര പ്രസ്ഥാനങ്ങളുമായിട്ട് കേരളത്തിലുള്ള ബന്ധത്തിന്റെ ഒരു നേർസാക്ഷ്യമല്ലേ ഇതൊക്കെ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യവും, അങ്ങ് കാശ്മീരില് ഭീകര പ്രസ്ഥാനങ്ങളൊക്കെ കുറേയേറെ ഉണ്ടായിരുന്നതിനൊക്കെ കേന്ദ്ര സർക്കാർ ഇടപെട്ട് അടിച്ചമർത്തിയുണ്ടായി. പക്ഷെ കാശ്മീരിലെ അതിന്റെ മറ്റൊരു വകഭേദം, അന്ന് കാശ്മീർ അങ്ങ് വടക്കാണെങ്കിൽ ഇങ്ങ് തെക്ക് കേരളത്തിന്റെ ഭാഗത്ത് അതിന്റെ മറ്റൊരു വകഭേദം രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് കേരളത്തിന്റെ പൊതുമനസാക്ഷി വളരെ ഗൗരവത്തോടുകൂടി ഇനിയും ചിന്തിച്ചില്ലെങ്കിൽ വരുന്ന തലമുറ, അടുത്ത തലമുറ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കലാലയങ്ങൾ കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെ ഇതിന്റെ ചെറിയ ചെറിയ പതിപ്പുകള് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇന്ന് സ്വാധീനം ഉറപ്പിക്കുന്നുണ്ട്. നമ്മുടെ പുതുതലമുറ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകളും നമ്മൾ കാണാതിരിക്കരുത്. രാഷ്ട്രീയ നേട്ടത്തിനും മറ്റ് അവകാശ സംരക്ഷണത്തിനും എന്നതിന്റെ ഒക്കെ പേരില് ഒരു തലമുറയെ മുഴുവൻ വൻ നാശത്തിലേക്ക് തള്ളിവിടുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കുവാന് കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. വളരെ അപകടകരമായിട്ടുള്ളൊരു സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യ മുദ്രാവാക്യങ്ങളുടെ മറവിൽ യുവതലമുറയുടെ ഉള്ളിലേക്ക് പോലും ഭീകരവാദത്തെ കുത്തിനിറയ്ക്കുവാൻ, തീവ്രവാദ ചിന്തകൾ കുത്തിനിറയ്ക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ ശക്തമായി തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷി ഉണരേണ്ടിയിരിക്കുന്നു. കേവലം സ്വാർത്ഥപരമായിട്ടുള്ള താല്പര്യങ്ങൾ, വോട്ട് ബാങ്ക് രാഷ്ട്രീയം, പ്രീണന രാഷ്ട്രീയം, അതിൻ്റെയൊക്കെ മറവിലാണ് ഇവിടെ ഭരിക്കുന്ന പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് ദേശീയതയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്കും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്കും ഭരണകൂടത്തിനും ഒപ്പം തന്നെ മറ്റ് പ്രസ്ഥാനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല മധ്യപൂർവേഷ്യയിൽ സമാധാനം സംജാതമാകട്ടെ. പക്ഷേ ഇസ്രായേലിന് നിലനിൽപ്പിനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ്. ഭീകരതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന പോരാട്ടം വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ശ്രീ വി സി സെബാസ്റ്റ്യൻ, രണ്ടുപേർക്കും നന്ദി.